ഹായ്, റോയൽ റൂട്ട് 1 ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ലൂർദ് മാതാ ചർച്ച് ഉറുകുന്ന്. അപ്പോൾ ഉറുകുന്ന് എവിടെ എന്തേന്നുള്ളത് വലിയ പരിചയം ഈ ദൂരെയുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഉണ്ടാവില്ലല്ലോ. ഇത് കൊല്ലം ജില്ലയിൽ തെമ്മല പഞ്ചായത്തിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഈ ഉറുകുന്നെന്ന് പറയുന്നത്. നമ്മുടെ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, മേരി ക്രിസ്മസ് നല്ല രീതിയിലുള്ളൊരു സ്റ്റാറൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു മിറ്റവും കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും പിന്നെ കുറച്ച് മാവ് പ്ലാവ് ഇങ്ങനെയുള്ള ചെറിയ വൃക്ഷങ്ങളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രിസ്മസ് വേളയിൽ നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന, അത് രാത്രി കാലം അവിടെ കാണാനൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഉണ്ടല്ലേ, നല്ല രീതിയിൽ ഇവിടുത്തെ MCYയും എല്ലാവരും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്തതാണ്. അത്യാവശ്യം നല്ല ഭംഗിയല്ലേ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ്ട് നല്ല ഉയരത്തിലാണ് നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. താഴെ മെയിൻ റോഡിൻ്റെ ലെവൽ നോക്കുവാണെങ്കിൽ നല്ല ഉയരത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഏറെക്കുറെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല പ്രകൃതി ഭംഗിയാണ്. കണ്ടില്ലേ, അതെ, ഇവിടെ നിന്നാൽ ഏതാണ്ട് സബ്സ്റ്റേഷൻ 34 വരെയുള്ള സബ്സ്റ്റേഷൻ കാണാൻ പറ്റും. റെയിൽവേ ലൈൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംയുക്ത ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ അയൽ ദേവാലയങ്ങളായ ലത്തീൻ പള്ളി, യാക്കോബ, മർത്തോമ ഇങ്ങനെയുള്ള ഒരു 5 പള്ളികൾ സംയുക്തമായിട്ട് ചേർന്നാണ് ഇന്ന് നമ്മൾ സംയുക്ത ക്രിസ്മസ് ആഘോഷിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും അതിൻ്റെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഉറുകുന്ന് പള്ളിയുടെ ഇടവക വികാരിയാണ്. അച്ഛനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വന്നിട്ട് 10 മാസമായെങ്കിലും 10 വർഷം നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഫ്യൂ ഡേയ്സിനുള്ളിൽ ചെയ്തു തീർത്തൊരു കൊച്ചു മനുഷ്യൻ. ഞാൻ പറയുന്നത് കാഴ്ചയിൽ കൊച്ചതാണെങ്കിലും ഒത്തിരി വലിപ്പമുള്ളൊരു വ്യക്തിയാണ്. വിളയിൽ പുത്തൻ വീട് ഏനാത്താണ് അച്ഛൻ്റെ വീട്. നമ്മുടെ സംയുക്ത ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അച്ഛൻ അതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അപ്പോൾ നമ്മുടെ എത്ര പള്ളികളുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മാത്രം. ക്രിസ്തുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ ദേവാലയത്തിൻ്റെ വികാരിയാണ്. ഈ ദേവാലയത്തോട് ചേർന്നുള്ള 5 ദേവാലയങ്ങളുടെ വികാരിയാണ്. തെന്മല ഉറുകുന്ന പ്രദേശത്തുള്ള നമ്മുടെ പല സഭകൾ ചേർന്നുള്ള ഒരു സംയുക്ത ക്രിസ്മസ് ആഘോഷമാണ് ഇന്ന് ഇവിടെ ഞങ്ങളുടെ ലൂർദ് മാതാ പാരിഷ് ഹോളിൽ വെച്ച് നടത്തപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. 25 ദിവസങ്ങൾ നോമ്പ് നോറ്റ് 25-ാം തീയതി ആ ഒരു തിരുപ്പിറവിയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു സമൂഹമല്ല, മറിച്ച് ഒരു രാജ്യമൊന്നാകെ, ലോകമൊന്നാകെ ഈ ഒരു ക്രിസ്മസ് ഏറ്റെടുത്ത് സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം സന്തോഷത്തിൻ്റെ സമയം തന്നെയാണ്. ഈ പ്രദേശത്തുള്ള ക്രൈസ്തവരായ ദേവാലയങ്ങളിലെ പ്രിയപ്പെട്ട മക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ ഒരു സംയുക്ത ക്രിസ്മസ് അതിൻ്റെ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ്. ബഹുമാനപ്പെട്ട സന്നിച്ചായം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു പ്രദേശത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തായിരുന്നുകൊണ്ട് പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവരോടൊപ്പം സമയം പങ്കിടുവാൻ കിട്ടുന്ന ഒരു സമയം ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ സമയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഒത്തിരി സന്തോഷം അച്ചു. അച്ഛനെ ഞാൻ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ എന്നോടൊപ്പം വന്നു. എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോഴേ പറഞ്ഞു വന്നത്, ഈ പള്ളി ഈ ഉറുകുന്ന് ഗ്രാമപ്രദേശത്തെ ആദ്യത്തെ പള്ളിയാണ് ഈ കാണുന്ന ലൂർദ് മാതാ ചർച്ച് എന്ന് പറയുന്നത്. 1953 സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ്. അന്ന് ഏതാണ്ട് 80 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ
അറിവായ സമയം മുതൽ എനിക്ക് ഓർമ്മയുണ്ട് ഇത് ആ പള്ളിയുടെ ഒരു രൂപം. ഏതാണ്ട് 170 വീട്ടുകാരോളം ഉള്ളൊരു ദേവാലയമാണിത്. ഇവിടെ ഈ ഏരിയയിലുള്ള തെന്മല പഞ്ചായത്തിലെ ഏറ്റവും വലിയ ചർച്ച് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഇടവകാംഗങ്ങളും ഒപ്പം പള്ളിയുടെ വിസ്തൃതിയും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പള്ളിയാണ്, ആദ്യത്തെ പള്ളിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സവിശേഷതകൾ ഇതിനുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഓഡിറ്റോറിയം ഈ അടുത്ത സമയത്തായിട്ട് സ്ഥാപിച്ചതാണ്. ഏതാണ്ട് ഒരു 500 പേരെ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ ബാൽക്കണി, ഗ്രൗണ്ട് ഈ രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. നേരിയ തോതിലുള്ള റെൻറ്റ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം എല്ലാവിധം ഇപ്പോൾ തന്നെ നല്ലൊരു എക്സോസ്റ്റ് ചൂടിൻ്റെ കാരണം കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തിൽ കൂടുതൽ രൂപ മുടക്കിയാണ് അങ്ങനെ ഒരു എക്സോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങൾ AC ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അത്യാവശ്യ സജ്ജീകരണങ്ങളും ഉള്ളൊരു ഓഡിറ്റോറിയമാണ് ലൂർദ് മാതാ പാരിഷ് ഹാൾ. ഉറുവെന്ന് ജംഗ്ഷനിൽ നിന്നും വരുമ്പോൾ ആദ്യം പാരിഷ് ഹാളിലേക്ക് എൻട്രി, ശേഷമാണ് നമ്മുടെ ദേവാലയത്തിലേക്കുള്ള എൻട്രി. ഇതാണ് നമ്മുടെ പാരിഷ് ഹാളിൻ്റെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത്, ഫ്രണ്ട് വ്യൂ. ഇതാണ് ഈ വാതിൽ ഓപ്പണാക്കി അകത്തേക്ക് വന്നപ്പോഴേക്കും അപ്സ്റ്റെയറിലേക്ക് പോകുന്നതിനുള്ള, ഞാൻ പറഞ്ഞില്ലേ ഒരു ബാൽക്കണി ഉണ്ടെന്ന്, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. സംയുക്ത ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കായിട്ടുള്ള ആർച്ചാണ്. ഇപ്പോൾ ഒരു ട്രീ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു നഗ്ന രൂപം കാണുകയാണ്. ആരുമില്ലാതിരിക്കുന്നതായ ഒരു അന്തരീക്ഷം, ഒരു empty വ്യൂ കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം സീറ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 500 പരം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാൽക്കണി ഉൾപ്പെടെ മുകളിലായിട്ടൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിന്ന് നമ്മളത് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടില്ല, കാര്യം നമുക്കതിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. കണ്ടില്ലേ, ഇവിടെ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കരോൾസ് ഓഫ് ബെത്ലഹേം 2023 സംയുക്ത ക്രിസ്മസ് ആഘോഷം, അതാണ് നമ്മുടെ മെയിൻ ബാനർ. ഇപ്പോൾ ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ പരിപാടി ആരംഭിക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന കാര്യം. അപ്പോൾ ശേഷം കാഴ്ചയിൽ അപ്പോൾ ഞാനതിൻ്റെ എൻട്രി കാണിച്ചല്ലോ. അകത്ത് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഞാൻ ഒരു സംഗതി കാണിക്കാൻ വിട്ടുപോയി. അതിൻ്റെ പേരിലാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ടില്ലേ, അത് തന്നെ നമ്മുടെ ആ ഒരു പുറത്തുള്ളൊരു പുൽക്കൂടിൻ്റെ ഒരു ഷോർട്ടേജ് രൂപം ചെറിയ രീതിയിൽ ഇവിടുത്തെ MCM കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ അടുത്തായിട്ട് ഒരു നല്ല മനോഹരമായ ഒരു കുഞ്ഞ് ട്രീ, ക്രിസ്മസ് ട്രീ. അങ്ങനെ ഇരിക്കുന്ന ഒരുക്കങ്ങൾ തകൃതി നടക്കുന്നതേ ഉള്ളൂ. ഇനിയും സമയമെടുക്കും. സംയുക്ത ക്രിസ്മസിൻ്റെ പറഞ്ഞ പോലുള്ള പരിപാടികൾ ആരംഭിക്കുകയായി. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന കുഞ്ഞു യേശുവിനെ കാണുവാൻ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഉറുന്നത് എബനേസർ മാർത്തോമാ ദേവാലയത്തിലെ കോലപ്പാടുന്ന ഓക്കം ഓറെ എന്ന ഗാനത്തിനായി ഏവർക്കും എഴുന്നേൽക്കാം.
കേൾക്കാനും കൂടിയായ ബഹുമാനപ്പെട്ട ആശിഷിന്, പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ, പ്രിയപ്പെട്ട ഏബ്രഹാം വള്ളിപ്പറമ്പിലച്ഛൻ, പ്രിയപ്പെട്ട ഐസക് ആൻഡി അച്ഛൻ, സദസ്സിലിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സമ്മിശ്ര വികാരങ്ങളോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്.
ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. നിങ്ങൾ പലരും കണ്ടു കാണാമായിരിക്കാം. പക്ഷേ ഞാൻ കണ്ടത് കരോട് പോകുന്ന ഒരു 15 കുടിവാരി ഐഡോയ്ക്ക് നേർന്നു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പോളച്ചനോടുള്ള ഏറ്റവും ഈ ഒരു ഉരുകുന്ന സംയുക്ത ക്രിസ്മസ് കരോൾ എല്ലാവരും അതിനുള്ള സന്തോഷവും നന്ദി ബഹുമാനപ്പെട്ട അച്ഛനെയും ആ ഇടവക അംഗങ്ങളെല്ലാവരും പ്രത്യേകിച്ച് യൗവനക്കാർ തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരോടുള്ള എല്ലാവരോടുള്ള നന്ദിയും സന്തോഷവും കൊടുത്തു. പ്രത്യേകിച്ച് ആങ്കർ ചെയ്ത ആളുകൾ അവരോട് എല്ലാവരോടുമുള്ള സന്തോഷം പ്രാവശ്യമോട് അറിയിക്കുന്നു. അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഏറ്റവും ക്ഷേമമായ അനുഗ്രഹത്തോടെ നടത്തുവാൻ ദൈവം തമ്പുരാൻ എല്ലാവരും. താങ്ക് യു അച്ഛാ. നമ്മുടെ ഈ ക്രിസ്തുമസ് സംഗമത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ പറയാം. ഏറെ സ്നേഹം നിറഞ്ഞ സ്റ്റീഫൻ അച്ഛൻ ഇപ്പോൾ ഈ ഒരു ദിനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ആശീർവാദം നൽകുന്നു. കൂടി ഈ ഒരു സംഗമത്തിന് അക്ഷീണം പ്രവർത്തിച്ച എല്ലാ ഇടവകളെയും യുവജനങ്ങളെയും പ്രത്യേകിച്ച് പോളച്ചന്റെ നേതൃത്വത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് താഴത്തിലുള്ള പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നമ്മുടെ സംയുക്ത ക്രിസ്മസിൻ്റെ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ആ ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസാണ്, ബൊഫേ ഇങ്ങനെ പാത്രവുമായിട്ട് വരുന്നു. ഓരോരുത്തർക്കും ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MCIയും ടീമുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ ഈ സ്റ്റേജ് അലങ്കരിക്കുന്നതിനും അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം സജ്ജീകരിക്കുന്നതിനും ഏർപ്പെട്ട ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ച് പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനും സിസ്റ്റേഴ്സിനും ഒപ്പം പ്രവർത്തിച്ച MCM അംഗങ്ങളും അല്ലാതെ ഇടവക അംഗങ്ങളും എല്ലാവർക്കും ഈ സമയത്തിൽ എല്ലാവരും ഓർക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവിടെ സജീവമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം ജനങ്ങളുണ്ട്. ലൂർദ് മാതാ ചർച്ചിലെ വൈദ്യുതി അലങ്കാരം കണ്ടില്ലേ. നമ്മുടെ ബെഥലഹേം പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ എൻട്രി ഇതാണ്. എന്താ ഞാൻ പകൽ വെളിച്ചത്തിൽ കാണിച്ചതാണ്, എങ്കിൽ തന്നെയും രാത്രി ലൈറ്റ് ഇട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളിട്ട ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരും വരെയും ഏവർക്കും നന്ദി, നമസ്കാരം.